பேரு பருந்த, அந்த பருந்து கீழ 100 பசங்க. സെറ്റപ്പ്. ഇത് അടുത്ത് വന്നാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ? ഇത് ഡിസ്റ്റൻസ് കുറവാണ് മറ്റേത്. ഗോറ്റും കൂടി ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നല്ലേ? സ്നൈപ്പ് അവിടെ ഒരു പിക്ക് എടുത്ത് ഉണ്ടോ? മാച്ച് സ്റ്റാർട്ടായോ? ആരൊക്കെ ഫിറ്റ്? ഓ ഇതങ്ങനെ പോയില്ലാട്ടാ. അത് സെറ്റ് ചെയ്യണ്ട നമുക്ക്. സ്നൈപ്പ് അവിടെ ഒരു പിക്ക് എടുത്തായിട്ട് കാണിച്ചു. എത്ര ഫ്ലൈറ്റ് ബഗ്ഗുകൾ ഒരുപാട് പേര് ഉണ്ടായോ? ഒരു 4 പേരെന്തോ. അല്ലെങ്കിൽ മാപ്പിലെങ്കിലും കാണിച്ചാ മതിയായിരുന്നു അല്ലേ? മാപ്പ് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഓപ്പൺ ആക്കാൻ പറ്റാൻ പക്ഷെ ഇത് വരുന്നില്ല. അവിടെ കില്ലോ അവിടെ കെവിൻ സ്മിത്തിനെ എടുത്ത് കളർ നോക്ക്, കളർ റെഡ് നോക്ക്, റെഡ് കളർ വെച്ച് നോക്കി. മാപ്പ് നോക്ക്, മാപ്പ് റെഡ് ടിവി റെഡ് അല്ലേ? ചൂസ് ചെയ്തിരിക്കുന്നത് റെഡ് അല്ലടാ, കെവി ആടാ. അവര് മാറി മാറി ഇരുന്നു. കെവി അവിടെയാണ് നോട്ട് ചെയ്ത് വെച്ചല്ല. ടഫിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഇവരല്ല വള്ളി ടീംസ് ഇതെടുത്തേ പിക്ക് എടുത്തത്. മാപ്പ് ഓണായി പക്ഷെ ഇത് ഓണാവുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, ഇത് നമുക്ക് ഫിക്സ് ചെയ്യാലോ. ഇത് ഫിക്സ് ചെയ്യാം. ഇവിടെ ഫൈറ്റ് നടക്കണ ടക്ക് ടക്ക് പോകാൻ പറ്റില്ല. അതാണ് അത് ഫിക്സ് ചെയ്യടാ. അത് ഇത് ഈ മെനു ഓഫ് ചെയ്തിട്ട് TX കൊണ്ടുവരാം. ഇതല്ല ഇവിടെ കാണാം. ഞാൻ നേരെ പോകുന്ന 2 ഒരുമിച്ച് ഫ്ലിപ്പ് കാണിക്കുന്നുണ്ട് ഈ ഏരിയയിൽ. ചെറിയൊരു ബഗ്ഗാ, ബാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതുകൂടെ ഫിക്സ് ചെയ്യണോടാ ഈ സ്പെക്ക്. മറ്റേ TX ഗോറ്റ് അടിക്കാൻ പറ്റുന്ന രീതിക്കാക്കോടാ. പോണില്ല വയ്യിലേ ഭയങ്കര ഡിലേടാ പോവാൻ. മാപ്പ് ഓപ്പൺ ആക്കാനും കൂടി പറ്റിയ സെറ്റ് മാപ്പ് ഇത് ഞാൻ പറയുന്നത് അതല്ല, നമ്മുടെ ഗെയിം പ്ലേ ആണ് മെയിൻ ആയിട്ട്. അത് പ്ലേയേഴ്സിന് എന്തെങ്കിലും ഇൻവെന്ററി ലാഗ് ഒന്നും ഇല്ല. ഞാൻ അവരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോ കഴിഞ്ഞ കളി ഇൻവെന്ററി ലാഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കളി നോക്കാം. ഇത് ഫുൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? ഇതുവരെ ഒരു സ്പൈക്ക് ഇതുവരെ വന്നിട്ടില്ല ഇപ്പൊ കളിക്കുന്ന സമയത്ത്. OG ഇവിടെ ഉണ്ട്. SBB നോക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. 1 HP നോക്ക് ആയിട്ടുണ്ട്. SBB ഒരു പ്ലെയർ നോക്കാക്കി ഇടിച്ചു കൊല്ലുള്ള പരിപാടിയാന്ന് തോന്നുന്നു. ലൂട്ട് ബോക്സ് ഓക്കെ, SBB ഒരു പ്ലെയർ മാത്രമേ അവിടെ ആയിപ്പോയി. ഇത് നേരത്തെ ബെറ്റർ ബാക്കിയുള്ളവര് ഇതിന്റെ TX ഡിസ്റ്റൻസ് കൂട്ടാൻ പറ്റോടാ നെയിമിന്റെ? അതല്ലടാ, ഈ പേരില്ലേ, പേരിന്റെ ഡിസ്റ്റൻസ് കുറവാ. കണ്ട, ഇത് കുറച്ച് കുറവാ. അതൊന്ന് കുറച്ച് ഗെയിം പ്ലേയിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. ബഗ് കിൽഫീഡ് 2 വരുന്നതല്ല ബ്രോ, ഒരെണ്ണം നോക്ക് ഒരെണ്ണം ഫിനിഷുവാ. മനസ്സിലായോ? യെല്ലോ കളർ നോക്ക് ആവും, റെഡ് ഫിനിഷ്. പഠിച്ചല്ലേട്ടാ കുറെ നേരം മുന്നേ അടിച്ചത്. പ്ലെയറിന്റെ POV കണ്ടോടാ. മറ്റേ സാധനം ഏടാ കിൽഫീൽഡ് ഏടാ ആണോ പറഞ്ഞിട്ട് പ്ലേയേഴ്സിന് കാണാലോ. ഇപ്പൊ പ്ലേയേഴ്സിന് ഇപ്പൊ കിൽഫീഡ് കാണാലോ. അത് അറിയോ? ആരെങ്കിലും ലൈവ് ആണോ? ഞാൻ നോക്കാം, ചോദിച്ചു നോക്ക്. അത് ആ ഡിസ്റ്റൻസിലുള്ളവർക്കെ കാണാൻ പറ്റുമോ? അത് മൊത്തം എടുക്കുന്ന കാണാൻ പറ്റുമോ? എങ്ങനെയാണ്? കില്ലെടുത്താരാണ് അത് എടേതുണ്ട്, ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ടെസ്റ്റ് ചെയ്യണം. ലൈവ് ഉണ്ടോ? ഉണ്ടോ നോക്കേ. ഞാൻ നോക്കിട്ട് പറയാം. ടീമിന്റെ അടുത്ത് ആരുമില്ലല്ലേ? ടീമിന്റെ അടുത്ത ആളുണ്ട്.
ഇവിടെ ഒരുത്ത ആരെയോ ഡൗൺ ആക്കിയിട്ടുണ്ട് ഇവര് റഫീത്തെ. കാണിക്കുന്നുണ്ട്. കാണിക്കണ്ടല്ലേ set. എല്ലാവർക്കും കാണാം. ഓക്കെ സെറ്റ് ഡൗൺ. ഞാൻ പറട്ടെ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ മെയിൻ ഇഷ്യൂ. ഇനി നിങ്ങക്ക് വേണ്ട സാധനങ്ങൾ ആഡ് ചെയ്ത് തന്ന സെറ്റ്. മതിടാ. ഈ സ്പെക്കിന്റെ കേസ് മാത്രമേ ഉള്ളൂ. പിന്നെ വണ്ടിയുടെ നമുക്ക് ഞാൻ പറട്ടെ ഇത് ശരിക്കും അല്ല, ഈഗിൾ ബ്രോ പറഞ്ഞത് വണ്ടി വേണ്ടെന്നാണ്. വേണ്ടതാണ്. ഇങ്ങനെ അല്ല വണ്ടി add ചെയ്ത് അത് വന്നില്ല. വണ്ടി ആഡ് ചെയ്യാം കുഴപ്പമില്ല. നാളെ നമുക്ക് ആഡ് ചെയ്യാം. അല്ല ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കി വണ്ടി കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അഡ്വാൻറ്റേജിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഉറങ്ങുന്നു. ആരാടാ ഞാൻ ഇവിടെ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കുന്നില്ല? എന്റെ സൗണ്ട് ഇല്ലേ? ഹലോ. ഉണ്ട്. എന്റെയാണ് കുറവാണ്. എന്റെ ശബ്ദമാണ് നല്ല കൂടുതൽ. വണ്ടി ഇല്ലാട്ടാ. സ്വിച്ച് ചെയ്തോണ്ട് ഓക്കെ, നാളത്തെ ലൈവ് കുറച്ചും കൂടി മാറ്റം വരും വണ്ടിയൊക്കെ വരുമ്പോ. വൈ നിൽക്കുന്നു പിന്നെ എടാ എന്റെ അടുത്ത് ഇവര് എടാ പറഞ്ഞു അല്ല നിഞ്ച എനിക്ക് നാളെ ഇൻ ഗെയിമിനകത്ത് സ്പെക്ക് ചെയ്യണം. അതിനെന്താ ചെയ്യണ്ടേ? ഇൻ ഗെയിമിന്റെ അകത്ത് ഇവ എന്തോ നോഡ് എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാ ഇവര് രണ്ടുപേരും POV സ്പെക്ക് ഈ ഡിസ്കോഡ് പരിപാടി നടക്കൂലടാ, ക്വാളിറ്റി കിട്ടത്തില്ല. അതായത് വേറൊരു പരിപാടി ഉണ്ട്. നോഡ് എന്റെ മറ്റേ എന്റെ POV കൂടെ ഈഗിൾ കാണുന്ന രീതിക്ക് അങ്ങനെ സെറ്റ് ആക്കിയാ മതി. സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞായിരുന്നു. ടെസ്റ്റ് ചെയ്ത് TV ബോബോയോട് പിക്ക്, ബോബോയോട് ഫിനിഷ്. ഇവിടെ സാൻഡിയിൽ പക്ക് ജസ്റ്റ് വൈ നോക്കിട്ടെ FAK ആയിട്ട് ലോഡ് ആയിക്കോളും. പോകുന്നില്ലടാ. പോകുന്നില്ല. ഓക്കെ, ഇവിടെ ബോബോയ് വേഴ്സസ് ഇവിടെ ഒരു നോക്ക് എടുത്തോട്ടോ. നോക്കാണുള്ളത്. അല്ല നോക്കാന്നുണ്ട്. അല്ല ഫിനിഷ് ചെയ്തു. ഇല്ല ഇവിടെ കിടപ്പുണ്ട്. ഇത് നോക്കാണ്, അത് നോക്കാണ്. ബോബോയ് ഒരു ഇത് ഫിനിഷ് ചെയ്തു. മണിയൻ നമ്മുടെ മണിയൻ ഒരു കില്ലെടുത്തേക്കാണ്. മണിയനെ കഴിഞ്ഞ കളിയിൽ കളിയാക്കിയതിന്റെ റിവെഞ്ചിൽ ഒരു കില്ലെടുത്തിട്ടുണ്ട്. അത് മറ്റേ താഴെ വീഴുമ്പോ നോക്ലിപ്പ് അടിച്ചതാ. അതെങ്ങനെയായിരിക്കും ഇറങ്ങി കയറിയ ശരി. ഇല്ല എൽത്ത് കുത്തിട്ടൊന്ന് ഇതടിച്ചാ ശരി. റിവൈവ് ചെയ്യാനും പറ്റൂല. ഡൗൺ ആണോ? ഇത് എത്ര മിനിറ്റ് കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി ചാവുന്ന സെറ്റപ്പ് ഇല്ല. ഗണ്ണില്ല ഒന്നും. ഇവിടെ നിന്ന് ആരും അടിക്കുന്നുണ്ട്. ടെൻഷനാക്കല്ലേ വരുന്നത് മാത്രമായിട്ട് ഇരിക്കുന്ന. അങ്ങനെ ചാവുന്ന പരിപാടി ഉണ്ടോ? അതല്ലേ ഞാൻ ചോദിച്ചതാ. ഇവിടെ SPB ഫൈറ്റ് എടുക്കുന്നുണ്ട്. ടഫിന്റെ ഭാഗത്തേക്ക് ഫയറിംഗ്. ഇവിടെ 3 സ്റ്റിക്ക് ടാഗ് കിട്ടി. സുലൈമാൻ അവര് പുഷ് ചെയ്യുന്നു. അവിടെ SBBക്ക് അറിയാം ആള് കുറവാണെന്ന് അറിയാൻ തോന്നുന്നു. അവര് പുഷ് ചെയ്തു. രക്ഷയില്ല. നോക്കാക്കി. ലിയോ അവിടെ ഒരു നോക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോളോ ജോർഡാണ് ടഫില് ബാക്കിയുള്ളത്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അവർ ആ വഴിക്ക് പോവാണ്. കണ്ടില്ല, ജസ്റ്റ് മിസ്. അവനെ അടിച്ച് ഫിനിഷ് ചെയ്തതാ. പ്ലേയേഴ്സിന്റെ കിൽഫീഡ് കാണിക്കുന്നുണ്ടേ. ചെക്ക് ചെയ്തായിരുന്നു. അവര് നേരത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞു. സെറ്റായി. വള്ളി ടീംസ് ഇവിടെ ഇപ്പുണ്ടോ? കണ്ണാപ്പി FPP അത് ബഗ്ഗാണോ? അത് FPP ആയിട്ട് കളിക്കണോ അവൻ? ഇല്ല, ഞാൻ സ്പെക്ക് ചെയ്യുമ്പോ FPP കാണിക്കും എനിക്ക്. അതാ ആണല്ലേ. ഹെൽമെറ്റിന്റെ കളർ അത് ഇൻഡിവിജ്വലി മാറ്റേണ്ടതാണ്. ടഫ് ജോയ് ബോയും ഫിനിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. തൊട്ട് മുകളിൽ എത്തിയിട്ടുണ്ട്. OGയും RZ7 തമ്മിലുള്ള ഒരു ഫൈറ്റ് കാണാൻ പറ്റും. ഒന്ന് നോക്കി നോക്കാം. RZ7 ഇവിടെ SBB ഇമ്മോർട്ടൽ അവിടെ ടഫ് ജോയ് ബോയ് ഫിനിഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. നോക്കായിരുന്നു തൊട്ട് മുമ്പ്. RZ7ന്റെ ഫ്രണ്ടിലോട്ട് കയറി വരുന്നുണ്ടോ? അല്ലല്ല, അത് വിസ്ഡം തന്നെയാണല്ലേ. അത് വിസ്ഡം തന്നെ. RZ7 ബാക്കിലോട്ട് പോകാൻ, ഒരു സോണിലോട്ട് പോകാൻ ഉള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. അവിടെ ഒരു ടഫ് ആരോ അടിയാട്ടോ. ടഫ് SBB നേരത്തെ ഫൈറ്റ്. നേരത്തെ ഫൈറ്റ് തന്നെ ഫിനിഷ് ചെയ്തതാ. OG ഒരു ഹിൽ ടോപ്പ് ഹോൾഡ് ചെയ്ത് തന്നെ നിൽക്കുകയാണ്. പ്ലേയേഴ്സിന്റെ
VTയുടെ ഫുൾ ഫോം എന്താണ്? വള്ളി ടീംസ്. മാസും സോ മാസ് ഇവിടെ എത്തിയിട്ടുണ്ട്. മാസിന്റെ തൊട്ടടുത്ത് SBB ഉണ്ട്. മാസിന്റെ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. എടാ എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്റ്റേബിൾ ആണെന്ന് കേട്ടോ. ആണാണ്. ഇത് ടഫീത്തെ പ്ലെയർ ആണെന്ന് തോന്നുന്നുണ്ട്. SMB പാജുലിയോ, ഇത് രണ്ടുപേരും ടഫ് പ്ലെയറാണ്. ഇത് നമ്മളിപ്പോ നിക്കുന്ന സൗണ്ട് അകത്താണല്ലേ? ഇത് സ്പെക്ടേറ്റ് ചെയ്യണവരുടെ പേര് ഇതിൽ വരില്ലടാ, ടീംമേറ്റിനെ സ്പെക്ടേറ്റ് ചെയ്യുന്ന ടീംമേറ്റിന്റെ സ്പെക്ടേറ്റ് ചെയ്യുന്നവരുടെ പേര് ഇതേമേലെ കാണിക്കുന്നുണ്ടോ? ഇവിടെ കണ്ട അവര് ഡൗൺ ആയവര് സ്പെക്ട് ചെയ്യാലോ ടീംമേറ്റിനെ. വണ്ടിയിൽ അതുകൊണ്ട് ഹോൾഡായി കളിക്കുന്നു. വണ്ടിയോട് വന്ന് ഫൈറ്റെല്ലാം കുറച്ചുകൂടെ വിടും. അതെ അത് സെറ്റ് ആക്കാൻ സീനില്ല ഗൈസ്. ഓൾ ഗുഡ്. 2 ടൈപ്പ് വണ്ടിയാണ്, 4 സീറ്റർ 2 സീറ്റർ. എവിടെ ഇരുന്നുണ്ടായിരുന്നേ? TV അവിടെ ഫയർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഡൗൺ ഒന്നും എടുക്കുന്നില്ല, ഫയർ ചെയ്യുന്നുണ്ട്. വെഹിക്കിൾ ഫയറിംഗ് ഉണ്ടല്ലടാ, വെഹിക്കിളിന്റെ അകത്തിരുന്ന് ഫയർ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കുത്തി അടിക്കത്തില്ല. അതേപോലെ തന്നെ മാച്ച് നടക്കുമ്പോൾ തന്നെ സൈഡിൽ ടേബിൾ കാണിക്കാൻ പറ്റുമോ? BMBS അത് പാടാണ് ബ്രോ. അത് ഇവിടെ ഫൈറ്റ്. അവിടെ TVA വേഴ്സസ് ATU നടക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. TVA റഷ് ചെയ്ത് വരുന്നുണ്ട്, ഫൈറ്റ് എടുക്കാൻ വേണ്ടി വരുവാണെന്ന് തോന്നുന്നു ATUവിനെ എതിർത്തോട്ട്. സോ ATU അവിടെ റിഡ്ജ് ഹോൾഡ് ചെയ്ത് 1 വേ അടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് സ്റ്റീവിന് സ്നൈപ്പിന് അവിടെ ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ 1 വേ എടുത്തിരിക്കുകയാണ്, ആംഗിളിലോട്ട് ഓടിച്ച് നിൽക്കുന്നത്. കുറച്ച് ഹൈറ്റ് അഡ്വാൻറ്റേജിൽ അവർ നിൽക്കുന്നത്. ഓടിച്ചില്ലെന്നത് മണ്ടത്തരമാണ്. മുച്ചിറി ഒരു നോക്കിട്ടിരിക്കുന്നു ATUവിന്റെ ഒരു പ്ലെയറിനെ. എന്റെ അമ്മ, മുച്ചിറി അത് ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുന്നു. മുച്ചിറി അവിടെ നല്ലൊരു പിക്ക് എടുത്തു കൊടുത്തിരിക്കുന്നു TVക്ക് വേണ്ടിയിട്ട്. മുച്ചിറി നല്ലൊരു പിക്ക്. ആൻഡ് TVA വേഴ്സസ് ATU ആണല്ലേ ഇത്? അതിരടി യൂണിറ്റ്. സോ അതിരടി യൂണിറ്റ് ജർമ്മൻ കണ്ണാപ്പി അവിടെ ഗോഡിനെ നോക്കിയിരുന്നു. മാസിലെ ഗോഡിനെ അവിടെ ഒരു ഇൻസ്റ്റന്റ് റിവൈവലാണ്. നല്ലൊരു നോക്ക് ബൈ കണ്ണാപ്പി. ഇത്രയും മേളിൽ നിന്ന് അടിച്ചിട്ടവൻ. അവിടെ ഇൻസ്റ്റന്റ് സ്മോക്ക് വന്നു. ഇൻസ്റ്റന്റ് സ്മോക്ക് ഓഫ് ചെയ്തിട്ട് മാസ് ബാക്ക് ഓഫ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഈ അടിക്കുന്ന ഇൻസ്റ്റന്റ് ആയിട്ട് പോവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടാ. ഇതിപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് പോയി, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക്. സോ മാസ് വേഴ്സസ് TVA ആൻഡ് അവിടെ ATU വേഴ്സസ് TVA നടക്കുന്നു. നല്ലൊരു പൊസിഷനാണ് അത്. ഇവര് മറ്റേ എവിടെ പിടിച്ചാട്ടാ, പിരമിഡ് പിടിച്ച്. നല്ലൊരു പൊസിഷനാണ് പിരമിഡ്. കഴിഞ്ഞ നമ്മുടെ സോൺ എൻഡ് ആയത് ഇവിടെയാണ്. KVO ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം പിരമിഡ് ആയിരുന്നു. പിരമിഡ് നല്ല ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലം കൂടാണ്. ആൻഡ് ഇവിടെ ATU റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് റൊട്ടേഷൻ ഉള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. വേറെ എങ്ങും തന്നെ ഫൈറ്റ് കമ്മിറ്റ് ആയിട്ടില്ല. ആൻഡ് ഇവിടെ നല്ല ഫയറിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്. SBB വേഴ്സസ് അവിടെ വള്ളി ടീം. ആൻഡ് വള്ളി ടീമിലെ കണ്ണാപ്പി അവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. മാസിൽ ഒരാൾ അടിച്ച് നോക്കാക്കി, പക്ഷെ വേറൊരു ടീം കില്ല് കൊണ്ടുപോയിരിക്കുന്നു. SBB വേഴ്സസ് മാസ് വേഴ്സസ് TVA വള്ളി ടീംസ്.
അമ്പത്തൂര് TVA വള്ളി ടീം രണ്ട് ടീമിന്റെ ഇടയ്ക്കൂടാണ്. SBB അഗ്രസീവ് ആയിട്ട് പുഷ് ചെയ്ത് പോകുന്നുണ്ട്. ഇവരിവിടെ SBB ഒരു അഗ്രസീവ് ആയിട്ട് പുഷ് ചെയ്ത് ഒരു കിൽസ് എടുക്കാനുള്ള ശ്രമം. അവിടേക്ക് KVA ഡ്രേക്കിനവിടെ ലോലനെ നോക്കാക്കിയിട്ടുണ്ട്. ലോലൻ അവിടെ നോക്കായി. TVAക്ക് എല്ലാ സൈഡിൽ നിന്നും ഫൈറ്റ്. ലോലൻ അവിടെ ഫിനിഷ് ഓഫ് ആവുന്നു. മാസ് അവിടെ മാമൻ നോക്കാവുന്നു. മാമൻ അവിടെ ഫിനിഷ് ആവുന്നു. മാസ് യൂസ് ബോബോയ് അവിടെ ഒരു നോക്കെടുക്കുന്നു. ഇത് ഇപ്പോഴത്തെ അല്ലാട്ടോ, നേരത്തെ വന്നതാ. SBB ഇമ്മോർട്ടൽ മാസ് സോനുമോൻ അവിടെ അടുത്ത കില്ലു അടുത്തൊരു ഫിനിഷ് എടുക്കുന്നു. അവിടെ കൂട്ടയടിയായിരിക്കുന്നു. കൂട്ടയടി KVA വേഴ്സസ് TVA വേഴ്സസ് SBB. കണ്ടില്ലേ? പിന്നെ മാസം കണ്ടില്ല കേട്ടാ. മാസ് AK അവിടെ ജൂഡ് രക്ഷപ്പെടുത്താൻ വരുന്നു. വാറ്റ് ഗോകുനെ ഫിനിഷ് ചെയ്യുന്നു. വാറ്റ് ഗോകുനെ ഫിനിഷ് ഓഫ് ആക്കി വിട്ടിരിക്കുന്നു. KVAക്ക് നല്ലൊരു പുഷ് വന്നു. KVAക്ക് അൾട്രോൺ അവിടെ നോക്കായി. KVAക്ക് 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. SBB വേഴ്സസ് KVA. ഓക്കിയും എന്റെ അമ്മ ഹോക്കി അടുത്ത സമയത്ത് മാസിന്റെ ഒരു തേർഡ് പാർട്ടി ഹോക്കി അവിടെ നിന്ന് ഒരു 3 പേരെ അടിച്ചു ചെയ്തു. പക്ഷെ റൈസോക്കെ ഫിനിഷ് ഓഫ് ചെയ്യുന്നു. മാസിന്റെ കറക്റ്റ് ടൈമിലുള്ള ഒരു തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ്. മണ്ടേല് അമ്പത്തൂരും ജൂഡും കില്ലുവയും മണ്ടേ തന്നെ ഉണ്ട്. മാസില് മാൻ അഡ്വാൻറ്റേജ് മാസിനാണ് കൂടുതലുള്ളത്. മാസ് മേലോട്ട് കയറി പുഷ് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. മാസ് കയറി വരാനുള്ള ഏണിയുണ്ട് അവിടെ. മാസ് ഒരുമിച്ച് അവർ പ്ലെയർ അഡ്വാൻറ്റേജ് ഭയങ്കര കൂടുതലാണ്. സോ മാസിന് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. 3 പ്ലേയേഴ്സ് മാത്രം TVAക്ക് വേണ്ടി ബാക്കിയുള്ള കയറി വന്നിരിക്കുന്നു. മേളില് കില്ലു അവിടെ നോക്കിട്ടിരിക്കുന്നു. അമ്പത്തൂർ നോക്കിട്ടിരിക്കുന്നു. അമ്പത്തൂർ അവിടെ നോക്ക്. അവിടെ കില്ലു നോക്കായി. ചൂട് അമ്പത്തൂർ അടുത്തൊരു നോക്കിട്ടിരിക്കുന്നു. നല്ല 4 പേരെ നോക്കിട്ട് 3 പേരിൽ നിന്ന് മാസിലെ 4 പേരെ അവിടെ നോക്കിട്ടു. ബട്ട് നല്ലൊരു ട്രൈ ഫ്രം TVA വള്ളി ടീംസ്. മാസിന്റെ സൈഡിൽ നിന്ന് മാസ് അടുത്തൊരു 3 കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു. മാസ് മൊത്തം ഇവിടെ ഇതെടുത്തു. മാസ് സത്യം പറഞ്ഞാൽ കറക്റ്റ് ടൈമില് അവര് ഒരു തേർഡ് പാർട്ടി തന്നെ വന്നത്. അല്ല മാസിന്റെ ഇടയ്ക്ക് വള്ളി ടീംസ് SBB എല്ലാരും ഉണ്ടായിരുന്നു. മാസ് കറക്റ്റ് സമയത്ത് എല്ലാരും തമ്മിലടിക്കണ വെയിറ്റ് ചെയ്തു. അവര് നന്നായിട്ട് കളിച്ചു. എന്നിട്ട് പുഷ് ചെയ്ത് കറക്റ്റാ പുഷ് ചെയ്ത്. KVA SBB മാസ് TVA വള്ളി ടീം 4 ടീം ഉണ്ടായിരുന്നു. ഇനി ഉള്ള ബാക്കിയുള്ള ടീം എന്ന് പറഞ്ഞാൽ ഇനി 63 പേരല്ലേ ഉണ്ടല്ലോ ഇനിയും. ഇനിയുണ്ട്. കാരണം നമ്മളൊരു 40 എനിക്ക് തോന്നുന്നു 40 പേരാണ്. ഇനിയുണ്ട് ഒരു 60 ടീം. ഗൈസ് ഇതേപോലെ ആയിരിക്കും നാളത്തെ മാച്ച്. ഇനി കുറച്ചും കൂടി മാറ്റം വരും എന്തായാലും. അതെ ഇടയ്ക്ക് ഇതായിരുന്നു. OG RSL7 ഇപ്പോഴും സോൺ ടിപ്പ് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര്. അടുത്ത സോൺ ഷിഫ്റ്റ് ആയതിനു ശേഷം റൊട്ടേഷൻ എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ മാസും OGയും അതുപോലെ തന്നെ RSL7ഉം. നേരത്തെ വലിയ ഇഷ്യൂ ഇല്ലല്ലോ ഇപ്പൊ അല്ല ഓക്കേടാ. ചാറ്റിലൊരു ഇത് കണ്ട റിവൈവ് ഒഴിവാക്കി കൂടെ. ഇല്ല നോക്കുകൾ ഇത് വേണം നമുക്ക്. ഇത് പ്ലെയർ അഡ്വാൻറ്റേജ് പോയില്ലല്ലോ, അവർക്ക് പ്ലെയറിന് പോയില്ല. അങ്ങനെ കത്തിപ്പോയിട്ട് കയറ്റി വിട്ടായിരിക്കും. കത്തിപ്പോയിട്ട് തിരിച്ചു വന്ന. ഇത് ടൈം എത്രയായി? 30 മിനിറ്റ് കൂടുതലായോ? ഇട്ടത് പക്ഷെ അറിയില്ല. ടൈമർ വെക്കണായിരുന്നു കേട്ടാ നമ്മള് തുടങ്ങുമ്പോ. ടൈമർ കൗണ്ട് ഡൗൺ വേണം, അല്ലെങ്കിൽ നടക്കത്തില്ല. ഇത് കറക്റ്റ് കൗണ്ട് ഡൗൺ 30 മിനിറ്റ്സിൽ തീർക്കണം. ഇത് ഞാൻ പറയട്ടെ, ഈ ഓരോ സോൺ വരുമ്പോ ഒരു കൗണ്ട് ഡൗണും കൂടി വെച്ചിട്ട് പെട്ടെന്ന് സ്നൈപ്പർ ഫയറിങ് ചെയ്യുന്നുണ്ട്. ഗയ്സ് ലൈവിലെ ടൈം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് പറയൂ കറക്റ്റ് എത്ര, ഒരു ആവറേജ് ടൈം എത്രയെന്ന്. 2:11 സ്റ്റാർട്ട് ആയെന്നാണ് പിള്ളേര് പറയുന്നത്. അത് കറക്റ്റ് ആണോ നോക്കി ഒന്നുകൂടി.
ഹലോ അതെ സോൺ അഡ്മിൻ പിഒ ഇല്ലാത്ത അത് ആഡ് ചെയ്യാൻ പറഞ്ഞത് ആഡ് ചെയ്തോണ്ട് എടാ അതുപോലെ ടൈമർ ആഡ് ചെയ്യോടാ എല്ലാവർക്കും വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ. അത് പ്ലേയേഴ്സിനുണ്ട്. ആണോ? അഡ്മിൻ സ്പെക്കാണ് ഇല്ലാത്ത, അവർക്ക് അവിടെ സമയം കാട്ടും സോണിന്റെ. വരുന്നുണ്ട് എന്റെ POV ഒക്കെ ഫോണ് കമ്മിങ് ക്ലോസിംഗിന്റെ ടൈം കണ്ട ശരി ഇവിടെ കാണിക്കുന്നുണ്ട് അതില്. 28 സെക്കൻഡ്. അതാ ഞാൻ അഡ്മിൻ സ്പെക്കിന്റെ അത് ചെയ്തോണ്ട് എല്ലാ ഇഷ്യൂ മെയിൻ ഇഷ്യൂ ഫിക്സ് ആയിട്ടുണ്ട്. 16 മിനിറ്റ് ആയതേ ഉള്ളല്ലേ? ഓക്കെ അപ്പൊ സീനില്ല. 16 സോൺ ചെറുതായി ഏകദേശം. എടാ നാളെ നമുക്കൊരു കാര്യം ചെയ്യാടാ. നാളെ ഒരേ ടീമിന്റെ തന്നെ 3 മാച്ച് കണ്ടിന്യൂസ് നടത്താതെ ഗ്രൂപ്പ് എയുടെ ഒരു മാച്ച് ഗ്രൂപ്പ് ബിയുടെ ഒരു മാച്ച് അങ്ങനെ നടത്താം. അതാവുമ്പോ പ്ലേയേഴ്സിന് ബിറ്റ്വീൻ ഒരു ഗ്യാപ്പ് കിട്ടുമല്ലോ. മനസ്സിലായി. ഗ്രൂപ്പ് എയുടെ ഒരു കളി, ഗ്രൂപ്പ് ബിയുടെ ഒരു കളി, ഗ്രൂപ്പ് എയുടെ ഒരു കളി, ഗ്രൂപ്പ് ബിയുടെ ഒരു കളി, എന്നിട്ട് ഗ്രൂപ്പ് എയുടെ ഒരു കളി, ഗ്രൂപ്പ് ബിയുടെ കളി, അങ്ങനെ നടത്താം. റീസെറ്റ് ആവാൻ ടൈം കിട്ടും. അപ്പൊ 2 ടീമുകള് വന്നിരിക്കുക, ഇവിടെ 2 ടീം കളിക്കുക, ഓരോ ടീം കഴിഞ്ഞിട്ട് അടുത്ത ടീം കയറാം. അപ്പൊ അങ്ങനെ അപ്പൊ ഒരു ബ്രേക്കും കിട്ടും അവർക്ക്. ബ്രേക്കും കിട്ടും. അതെ അതാണ് ബെറ്റർ. വണ്ടിയും കൂടെ കുറച്ചുകൂടി വണ്ടി വന്നു കഴിഞ്ഞാൽ അവര് നല്ല രീതിക്ക് വണ്ടി ഓടിച്ച് കേറി കളിക്കാൻ നോക്കൂടാ സോണൊക്കെ. അത് നല്ല ഡിലേ വരും. ഞങ്ങൾ ഡിലേ ഒന്നും നോക്കില്ല. ഞങ്ങൾ 5 മിനിറ്റ് കൊടുക്കും ടീമിന്. അത് കയറാൻ വലിയ പാടൊന്നുമില്ല. 5 മിനിറ്റ് കൊടുക്കും. 5 മിനിറ്റിൽ ആരൊക്കെ കയറുന്നോ ഒരു മാച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു കൂടി പോയ ഒരു 8 മിനിറ്റ് കൊടുക്കും. അതിനകത്ത് കയറിക്കോണം. കാരണം അടുത്ത മാച്ചിനുള്ളത് VC വന്ന് റെഡിയായി നിൽക്കണം. നമുക്കത് ഇത് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ഇവരുടെ ഇതനുസരിച്ച് നടത്താൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെ ഞാൻ വിളിച്ചതാ. ഇവിടെ ഫൈറ്റിംഗ് ആയി. ഇവിടെ ഇസഡം വേഴ്സസ് RZ7 ഫൈറ്റ് നടക്കാനുള്ള ചാൻസ്. ഫൈറ്റ് നടന്നു ഓൾറെഡി. ഫൈറ്റ് ഇൻഷേറ്റ്. വിസ്ഡം അവിടെ കയറി വരുന്നുണ്ട്. വിസ്ഡം കയറി വന്നൊരു പിക്ക് എടുക്കാനുള്ള ഇസഡം അവിടെ RZ7 ഡിഫോൾട്ട് അവിടെ ഇസഡം ഫ്രാങ്കിയെ നോക്കാക്കിയിട്ടുണ്ട്. RZ7 അവിടെ DLX പ്രണവ് സേട്ടൻ ഒരു നോക്ക്. RZ7 വിസ്ഡം അടുത്തൊരു നോക്ക്. 3 പ്ലേയേഴ്സ് നോക്കാക്കിയിട്ടുണ്ട്. RZ7 സൈഡിൽ നിന്ന് 3 പ്ലേയേഴ്സിനെ അവർ നോക്കാക്കിയിട്ടുണ്ട്. RZ7 നൂബ് അടുത്തൊരു നോക്ക്. അറബി ഷെയ്ഖ് ഒരു നോക്ക് എടുത്തിട്ടുണ്ട്. ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട്. RZ7 ഫ്ലോലെസ് ആയിട്ടൊരു സ്ക്വാഡിനെ അടിച്ച് 10 കിൽ പോയിന്റ്സ് സെക്യൂർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പുഷ് ഫ്രം RZ7. അറബി സൈ മാലിക് അവിടെ നോക്കായിരുന്നു. ഒരാൾ ഫിനിഷ് ആയില്ലല്ലോ. ഇല്ല ഇവിടെ ഉള്ളത് മാസാണ്. ഇങ്ങോട്ട് മാസ് അടുത്തൊരു കില്ല് കൂടി സെക്യൂർ ചെയ്യുന്നു. കറന്റ് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ലോബിൽ മാസ്. ജുഗ്രു അവിടെ ഒരു പിക്ക് എടുക്കുന്നു. ജുഗ്രു അവിടെ SMBയിൽ ഒരു പിക്ക് എടുക്കുന്നു. ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുന്നു ജുഗ്രു. മാസ് പുഷ് ചെയ്ത് വരുന്നു. TVA vs മാസ്. ടഫ് അപ്പോളോ TVA vs മാസ് എടുക്കുന്നു. ജുഗ്രു ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു. ഇവിടെ ടിവിയുടെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? മേലെന്ന് അടിക്കുന്നു. ഏറ്റവും മുകളിൽ നിന്ന് അടിക്കുന്നു. ബാക്കിയുള്ളവർ ഇവിടെ TVക്ക് സപ്പോർട്ടിന് വേണ്ടിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ TVA vs മാസ്. ജുഗ്രു അവിടെ അടുത്തൊരു നോക്കിട്ടിരിക്കുന്നു. ജുഗ്രു ഫിനിഷ് ഓഫ് ചെയ്തിരിക്കുന്നു. ജുഗ്രു ഫിനിഷ് ചെയ്തു. നല്ലൊരു മോളിട്ടോ. TVA vs മാസ് നല്ല സോനുമോന് നല്ല അത്യാവശ്യം ടാഗ് കിട്ടിയിട്ടുണ്ട്. TVA vs മാസ് അവിടെ ഇറ്റാച്ചി അവിടെ മോളിലുണ്ട്. ഇറ്റാച്ചി മേളിൽ നിന്ന് വീണു. ഇറ്റാച്ചി ഒരു നോക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഒരു നോക്ക് വിട്ടു അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷും ചെയ്തു ഇറ്റാച്ചി. കിട്ടിക്കാതെ മാസ് റൈറ്റ് ആംഗിൾ കളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. മാസ് ഇവിടെ റൈറ്റ് ആംഗിൾ കളിക്കാൻ വരുന്നു. മുച്ചുരി ഒരു നോക്ക് ഇട്ടിരിക്കുന്നു. മുച്ചുരി അടുത്ത് നോക്ക് ഇട്ടിരിക്കുന്നു. മുച്ചുരി ഒരു മാസ് ഫിനിഷും ആക്കിയിരിക്കുന്നു. മുച്ചുരി 2 കിടിലൻ നോക്ക് അവിടെ. ഫാസ്റ്റ് അവിടെ TV സ്നൈപ്പ് അവിടെ ഫാസ്റ്റ് അവിടെ ഒരു കില്ല് സെക്യൂറും ചെയ്യുന്നുണ്ട്. മാസിൽ 3 പേരോട് മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നു. മാസ് പോയിലോട്ട് വലിയുള്ള AK നല്ല ടാഗ് കിട്ടുന്നുണ്ട്. സ്നൈപ്പിന്റെ സൈഡിൽ നിന്ന് സ്നൈപ്പ്. മുച്ചിരി അവിടെ അടുത്തൊരു കില്ല് ഫിനിഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. മാസ് AK 1 HP എന്ന് പറയാം. TVA vs മാസ് തള്ളുന്നുണ്ട്. TV അഗ്രസീവ് ആയിട്ട് പുഷ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. 2 പേരും അവിടെ തന്നെ ഉണ്ട്. TV അഗ്രസീവ് ആയിട്ട് തന്നെ പുഷ് ചെയ്ത് പോകുന്നു. TVA vs മാസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡില്
അല്ലേ? മാസിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. അവർ കോർണറിൽ തന്നെ ഇരിക്കുകയാണ്. നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. നല്ല ടാഗ്. ഒരാളെ കൂടെ നോക്കി നിൽക്കുന്നു. മാസ് അൺബാൻ മാത്രം ബാക്കി. ലാസ്റ്റ് മാൻ മാത്രം ബാക്കി. അൺബാൻ നല്ല ടാഗിനുണ്ട്. സാവേജ് അൺബാനെ നോക്കാക്കിയിരിക്കുന്നത്. ഒരാളോട് ബാക്കിയുണ്ടോ? മാസ് റെക്സ് ഉണ്ട് ബാക്കി. ഓ ബുള്ളോപ്പിയും റെക്സും കൂടെ ബാക്കിയുണ്ട്. മാസം നന്നായിട്ട് ഷഫിൾ ആയി പോയി. ആരാണ്? വില്ലു ആണല്ലേ വില്ലു. ഓ ഓർക്കി അവിടെ പോയി ബുള്ളോപ്പിയെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. മാസിലെ റെക്സ് മാത്രം ബാക്കി. ഇല്ലില്ല, മാസ് വൈപ്പ്. വൈപ്പായോ? ഇല്ല, ഒരാളുണ്ട്. നോക്കാണല്ലോ. റെക്സ് ഉണ്ട്. തോന്നുന്നുണ്ട്. റെക്സ് മേലെ കാണിക്കുന്ന റെക്സ് സ്പെക്ക ആണോ? അപ്പൊ ഇതാരാ ഇങ്ങനെയുള്ള? മൂന്നാല് പ്ലേയേഴ്സ്. ഇതിപ്പോ ഇവര് സോണിന്റെ വെളിയിലാണോ അകത്താണോ? ആ വെളിയിലാണല്ലേ. ഓക്കെ. അവര് എടാ ഈ വെളിയില നീല സോണാണ്. ചുവപ്പ് വരുന്നതാണ് സോൺ എഡ്ജ്. ഓക്കെ മനസ്സിലായി. സോ ATU വേഴ്സസ് RZ7 നടക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അവരെ ഫൈറ്റ് ഓൾറെഡി കമ്മിറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. RZ7 വിസ്ഡത്തിനെ കയറി അടിക്കാനുള്ള ശ്രമം. ഓ എല്ലാവരോടും ഒരുമിച്ച് ചാടി കയറി മേളിലോട്ട് പോകണമെന്ന് തോന്നുന്നു. ഓ RZ7 വേഴ്സസ് ATU. അതിരടി യൂണിറ്റ് വേഴ്സസ് RZ7. ATU അവിടെ RZ7 ഡിഫോൾട്ടിനെ നോക്കാക്കിയിട്ടുണ്ട്. ഡിഫോൾട്ടിനെ റിവൈവ് ചെയ്തു. പ്രണവ് സേട്ടൻ അവിടെ ഒരു നോക്കാക്കി ഫിനിഷ് ആക്കുന്നു. ഓ മോളി നല്ലൊരു അയ്യോ പക്ഷെ അത് മേളിലാ പോയത്. വിസ്ഡം അഗൈൻ അവിടെ നോക്കായിട്ടുണ്ട്. വീണ്ടും അവിടെ സൈമാലിക് നല്ല രീതിയിൽ അവര് നല്ലൊരു മോളി. കിടിലനൊരു മോളി. അടുത്തൊരു മോളി മേളിൽ വീണിട്ടുണ്ട്. തിരിച്ചു പൊക്കുന്നുണ്ട്. അവര് പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ട്രേഡുകൾ നല്ലൊരു മൊളറ്റോ. എല്ലാവരുടെയും ദേഹത്തോട് മൊളറ്റോവിന്റെ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു മൊളറ്റോ ആണ് കിട്ടിയത്. മാക്ക് എടുത്ത് താഴെ ചാടി. RZ7 ചാടി. എല്ലാരും താഴെ ചാടി. അയ്യോ അവിടെ TV അടിക്കുന്നുണ്ട് കേട്ടോ. ഒരു കില്ല് മാക്കിനെ എടുത്ത്. മുച്ചിരി വീണ്ടും ഒരു ഓജി എത്തി. മുച്ചിരി വീണ്ടും ഒരു വിക്കറ്റ് എടുത്താ. മുച്ചിരി ഓ ഇവിടെ RZ7 രണ്ട് സൈഡിൽ നിന്നും ആൾക്കാർ വന്ന് ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കാരണം നല്ല തേർഡ് പാർട്ടി കിട്ടി RZ7. മുച്ചിരി അടുത്ത പിക്ക്. RZ7 അടുത്തൊരു പ്ലെയറിനെ എടുത്തിട്ടുണ്ട് മുച്ചിരി. അവിടെ ആശ അറബി സൈമാലിക്കിനെ എടുത്തിട്ടുണ്ട്. ഇറ്റാച്ചി അവിടെ DLX എടുത്തിട്ടുണ്ട്. ഓജി അവിടെ RZ7 അറബി ചാർലി എടുത്തിട്ടുണ്ട്. ആൻഡ് RZ7 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ATU ഇനി 2 പേരുണ്ട് കേട്ടോ. RZ7 2 പ്ലേയേഴ്സ് മാത്രം ബാക്കിയുള്ളൂ. ഒരു റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഓജി. RZ7 വിസ്ഡം അവിടെ ഓജി നോക്കുന്നു. ജുഗ്രു അവിടെ ടഫിൽ ഒരാളെ നോക്കുന്നത്. ജുഗ്രു ഫിനിഷ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ കില്ലോടെ ജുഗ്രു സെക്യൂർ ചെയ്തിരിക്കുന്നു. ആൻഡ് ഓജി ജുഗ്രുവിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ജുഗ്രുവിന് ടാഗ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ജുഗ്രുവിന് നല്ല ടാഗ് ഇടുന്നു. അവിടെ വിസ്ഡം അവിടെ ATU ഒരു നല്ല ടാഗ് കൊടുക്കുന്നു. ഓജി TVയെ പുഷ് ചെയ്ത് വരുവാണെന്നാണ് തോന്നുന്നത്. ATU ഉള്ളതാണ് ഇവിടെ. 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. സോ അവിടെ RZ7 2 പേരെ വെച്ചിട്ടാണ് അവർ നല്ലതായിട്ട് കളിക്കുന്നുണ്ട്. 2 കില്ലും കൂടെ അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു സാറ്റ് കളി. കുത്താന വരുമ്പോ കയ്യെ കുത്ത് കരിങ്കുത്ത് ചത്തുപോയി. ഓജി അവിടെ ടഫ് ദില്ലി അണ്ണനെ ഫിനിഷ് ഓഫ് ചെയ്യുന്നു. ഓജി വേഴ്സസ് TV വേഴ്സസ് RZ7 ആണെന്ന് തോന്നുന്നു. ആൻഡ് TV നല്ലൊരു ഹയർ ആംഗിൾ ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു HP അവൻ ഒന്ന് ഊതിയേ വീഴും. സ്റ്റീവ് നിൽക്കുന്ന ആംഗിളൊക്കെ കൊള്ളാം. അടുത്ത സോണൊന്നല്ല. അതിന്റെ മണ്ടേ കയറാൻ പറ്റും.
ഓ ഓ ഓ ഓ RZ7 വിസ്ഡം താഴെ വീണിട്ടുണ്ട്. ജെ അവിടെ ഒരു പിക്ക് എടുത്തു. ജെ ഒരു പിക്ക് എടുത്തു, വിസ്ഡം ഒരു പിക്ക് എടുത്തു. രണ്ടുപേരെ നോക്കാക്കിയിട്ടുണ്ട്. വിസ്ഡം ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. ജെ അടുത്തൊരു ഫിനിഷ് ഇട്ടിരിക്കുന്നു. ജെ ആൻഡ് വിസ്ഡം രണ്ടുപേരെ വെച്ച് നന്നായിട്ട് കളിക്കുന്നു RZ7. ഓജിയിൽ ഒരു പ്ലെയറിനെ 17 പേര് മാത്രമേ ലൈവ്. രണ്ടുപേര് പുഷ് ചെയ്ത് ഓജിയുടെ അടുത്തോട്ടാണ് കയറി ചെല്ലുന്നത്. ജെയും വിസ്ഡവും 2 vs 2 ആണ് അവിടെ നടക്കാൻ പോകുന്നത്. 2 vs 2. അവിടെ സ്മോക്ക് ഇട്ടിട്ടുണ്ട്. 2 vs 2. ആർമർ പോയി. റീഫ്രഷ് ഒക്കെ ചെയ്ത് കടി. ഒരു 2v2. ബാക്ക് ഓഫ് ചെയ്തു. അവർ രണ്ടുപേരും റീഫ്രഷ് അടിച്ച് ഹീൽ അടിക്കാൻ വേണ്ടിട്ട് ബാക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. ഓ ഇറ്റാച്ചിയുടെ ഫ്രണ്ടില് മേലെ നടിക്കുന്നുണ്ട് ആഷ്. ആഷ് അത്യാവശ്യം ടാഗ് കൊടുത്തിട്ടുണ്ട്. മോളി ഇട്ടു. അവിടെ ഒരു മോളി ഇട്ടു, നല്ലൊരു മോളി ആയിരുന്നു കറക്റ്റ് സമയത്ത് ആ മോളി. ഓ വിസ്ഡം അടുത്തൊരു നോക്ക്. RZ7 വിസ്ഡം. ഓ വിസ്ഡത്തിനെ തിരിച്ചൊരു കൗണ്ടർ നോക്കിട്ടിരിക്കുന്നു. സോൺ ഔട്ട് ആയി രണ്ടുപേരും. അവര് സോൺ ഡാമേജ് കൂടെ അടിച്ചു. സോൺ ഡാമേജ് കൂടെ എടുത്തു. സോ ഫൈനൽ സർക്കിൾ ഈസ് TVA വേഴ്സസ് OG. എനിക്ക് തോന്നുന്നു ടിവിയിലെ 10 പ്ലേയേഴ്സും എലൈവാണ്. OGയിൽ 5 പേരാണ് എലൈവായിട്ടുള്ളത്. ലൈഫ് പോണത് ശ്രദ്ധിച്ചോട്ടെ. ഓ ഇറ്റാച്ചി ഒരു നോക്ക് ഇട്ടിരിക്കുന്നു. നല്ലൊരു പൊസിഷൻ എടുത്ത് അവിടെ. ഓ ആഷ് അവിടെ ഒരു നോക്ക് ഇട്ടിരിക്കുന്നു. സ്നൈപ്പ് അവിടെ ഒരു നോക്ക് ഇട്ടിരിക്കുന്നു. ഇറ്റാച്ചി അത് ഫിനിഷ് ഓഫ് ചെയ്ത് സ്നൈപ്പിന്റെ കില്ലും ഫിനിഷ് ഓഫ് ആയി. ആൻഡ് ആഷിന്റെ കില്ലും അവിടെ സെക്യൂർ ആയിട്ടുണ്ട്. 12 പ്ലേയേഴ്സ്, 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി OGയില്. ആൻഡ് ദ വിന്നർ ഈസ് TVA. തലയെവെട്ടും അധോലോകം ലൈനപ്പാണ് അടിച്ചിരിക്കുന്നത്. നല്ല കളിയായിരുന്നു. RZ7 ഒക്കെ ആണെങ്കിലും രണ്ടുപേരെ വെച്ച് അവര് വരാൻ പറ്റുന്ന വരെ കളിച്ചു. നല്ല കളി. വിസ്ഡം പ്രത്യേകിച്ച് വിസ്ഡം നന്നായിട്ട് കളിച്ചു. മുച്ചുറി നന്നായിട്ട് കളിച്ചു. കിടിലം കളി. നോക്കുവാണെങ്കിൽ TVA വിത്ത് 26 കിൽസ്, 26 കിൽ പോയിന്റ്സും അതുപോലെ തന്നെ പൊസിഷൻ പോയിന്റുമായിട്ട് 10 പൊസിഷൻ പോയിന്റുമായിട്ട് 36 പോയിന്റോടെ TVA. തൊട്ട് താഴെ നോക്കിയാണെങ്കിൽ RZ7 വിത്ത് 15 കില്ല്, അതുപോലെ തന്നെ 5 പോയിന്റ് ആയിട്ട്. ഇതെന്താ 1 3 2 എന്താ കിടക്കുന്നത്? അതായത് ഇത് പൊസിഷൻസ് അവരുടെ പക്ഷെ പോയിന്റ് വൈസ് അവര് ഓക്കെ. സോ അപ്പൊ OG ആണ് 3-ാം സ്ഥാനത്ത് 12 പോയിന്റ്, മാസ് 8 പോയിന്റ്, KVA 7 പോയിന്റ്, വള്ളി ടീംസ് 6 പോയിന്റ്, ടഫ് 4 പോയിന്റ്, ATU 3 പോയിന്റ്, ഇസഡം 1 പോയിന്റ്, SBB 0 പോയിന്റ്സ്. ഇത് വലിയ ബഗ് ഇല്ല മറ്റേ സ്ക്രിപ്റ്റ് നമ്മൾ റീവർക്ക് ചെയ്തിട്ട് ഇട്ടിട്ടില്ല. അതായത് കണ്ടെത്തിയ ബഗ് നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ബാക്കി ലൈക്ക് നാളത്തേക്ക് നമ്മൾ ഇന്ന നൈറ്റ് ഇരുന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് നാളത്തേക്ക് റെഡിയാക്കും. കാണണ്ട ലൈവ് കണ്ടോ? ആരാണ് ഏറ്റവും വിസ്ഡം 7 കില്ല്, ഹോക്കി 7 കില്ല്. ഹോക്കി ഒരു കളി കളിച്ചടാ അവിടെ. എന്റെ അമ്മ അവന്മാരെ അടിച്ചത്. അവൻ ഒറ്റയ്ക്ക് നിന്ന് 4 പേരെ അടിച്ചിട്ട് അവിടെ. ആ PO ഇതിനകത്ത് കണ്ടു നോക്ക്. ഹോക്കിയുടെ പിന്നെ ജുഗ്രു 4 കില്ല്, സഹദേവൻ 4 കില്ല്, ഡോർക്കിയൊക്കെ ഇവൻ ആണ്ടിലൊരിക്കലേക്ക് വന്നിട്ട് ഡോർക്കി 4 കില്ല്, നിക്കോ 4 കില്ല്, സ്നൈപ്പ് 4 കില്ല്, മുച്ചിറി 4 കില്ല്. മുച്ചിറിയൊക്കെ തലക്ക് മാത്രമേ അടിക്കുന്നുള്ളൂ കേട്ടാ. കോച്ച് 3 കില്ല്, പിന്നെ കില്ലോ കോച്ച് 3 കില്ല്, ഇറ്റാച്ചി 3 കില്ല്, JJ 3 കില്ല്, വില്ലുമോ 2 കില്ല്, പ്രണവ് സേട്ട് 2, ആഷ് 2, മാസ് സോനു 2, ടാൻജിറോക്സ് 2, ഡിഫോൾട്ട് 2, ജൂഡോ. ഞാൻ പേര് മാറ്റാൻ പറഞ്ഞു. എടാ നീ സ്വന്തം പേര് നീ പേരിട്ട് കളിക്കാടാ. അല്ല ഇനി പേര് 26 ടീം കില്ല് ഉണ്ടായിരുന്നു. നമുക്ക് 26 ടീം കില്ലുണ്ട്. അത് ഇതിലറിയാൻ പറ്റില്ലോ. 26 കില്ല്. 26 കില്ല്, അവര് 15 കില്ല്, 20 പോയിന്റ്സ്. പ്ലേസ്മെന്റ് പോയിന്റ് 10.
എല്ലാം സെറ്റാണ്. ഇതിൽ തന്നെ നമുക്ക് എല്ലാം അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ വിത്ത് ഓഡിയൻസിനെ കാണാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റിലും വരും. ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനും ഉണ്ട്. ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണേ. ഇത്ര നേരം ഇരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആരൊക്കെ നോക്കിയിരുന്നു? അപ്പം ഇന്ത്യയുടെ ഇത് കിക്കിന്റെ ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത്. എല്ലാവരും കയറി ഫോളോ അടിക്കുക. അവൻ ലൈവൊക്കെ വരുന്നതാണ്. ഓക്കെ ബ്രോ, ബ്രോ ഞാൻ പോവാണേ. ആടാ താങ്ക് യു. ഓക്കേടാ പോയിട്ടോ.